എന്താ ആലോചിച്ചിരിക്കുന്നത്? വീടൊക്കെ ഇഷ്ടായോ? ഇന്ദുവിന്റെ മുറിയോ? ഇഷ്ടായി. ഇരിക്ക്. ഞാൻ നിന്നോളാ. ഇന്ദു അത്താഴമൊന്നും കഴിച്ചില്ലല്ലോ? 2 പഴം കഴിച്ചല്ലോ. പിന്നെ മത്സ്യവും മാംസവും ഒന്നും ഞാൻ കഴിക്കില്ല. ശീലമില്ലാഞ്ഞിട്ടാ. ഓ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. നാളെ മുതൽ എന്ത് വേണമെന്ന് നാണുമാരോട് പറഞ്ഞാൽ മതി. ഇന്ദുവിനോട് ഒരു കുറവുണ്ടാവില്ല. ഞാൻ നിരീച്ചു ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന്. എന്താ, കുട്ടികൾ ഇഷ്ടാണോ? നല്ല ഇഷ്ടാ. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നേരം പോണത് അറിയില്ല. കഥ പറയോ കളിക്കോ എന്തൊക്കെ ചെയ്യായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്കും ഇഷ്ടാണ്. ഇവിടെ ഞാനുണ്ട്, നാണുമാരുണ്ട്, ഗോപാലനുണ്ട്. എന്താ, ഞങ്ങളാരും ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, അതുകൊണ്ടല്ലാട്ടോ. പരിചയമില്ലാത്ത ഇടല്ലേ. ഇത്ര വലിയ ദിക്കിലൊക്കെ ഇങ്ങനെ പോയി നിന്നിട്ടില്ലെന്നേ. ഇന്ദുവിന് ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നോളൂ. ഇന്ദുവിന് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമുണ്ടോ? ഇല്ല. ഭയമുണ്ടെങ്കിൽ എന്റെ മുറി വന്ന് കിടക്കാം. ഇല്ല. എന്തിനാ ഭയക്കണേ? രാത്രി വല്ല ദുസ്വപ്നം ഒറ്റ കണ്ടാലേ. കാണില്ല. ഉറങ്ങാൻ നേരത്ത് കുരിശ് വരച്ചിട്ട് കിടന്നാ മതി. സിസ്റ്റർ ജസീന പറഞ്ഞു തന്നതാ. കുരിശോ? ഉറക്കം വരുന്നില്ലെങ്കിൽ കുറച്ചുനേരം നമുക്ക് പുറത്ത് ഗാർഡനിൽ ചെന്നിരിക്കാം. രാത്രി ഒരു ഭംഗി ഉണ്ടാവില്ല. പൂക്കള് കാണണമെങ്കിൽ പകല് തന്നെ കാണണം. പിന്നെ ഉറക്കം വരാനൊരു സൂത്രപ്പണിയുണ്ട്. പുസ്തകം എടുത്ത് വായിച്ചാ മതി. എനിക്ക് പുസ്തകം കണ്ടാ മതി, അപ്പൊ ഒരു ഉറക്കം. എങ്കിൽ ചെന്ന് ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിക്കും. ഉറക്കം വരട്ടെ. എന്തായി? ഇത് പുലിവാലാവുമെന്നാ തോന്നുന്നത്. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ. ആൾക്ക് ഇപ്പോഴും 5.5 വയസ്സാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണോ? അല്ല, ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം. അല്ലാതെ അയ്യേ അത് വേണ്ട. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. സാറ് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. എണീക്കൂ, എണീക്കൂന്നേ. നേരെ ഉച്ചയായി. ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കം? ചായ. ആ നാണുകാര് പാവാണ് കേട്ടോ. കണ്ണട ഉണ്ടായിട്ടും വെക്കണില്ല. കണ്ണോട്ട് കാണുന്നുമില്ല. ഞാൻ വെപ്പിച്ചു. എങ്ങനെയുണ്ട് ചായ? നന്നായിട്ടുണ്ട്. നോണ പറയാ. എനിക്ക് കാപ്പിടാനാ ഇഷ്ടം. എന്താന്നറിയോ? ഇല്ല. അത് നല്ല എളുപ്പാ. എങ്ങനെ കലിക്കാലും ഒരു രസം ഉണ്ടാവും. ചായ ഒരു പാകം തെറ്റിയാ അത് വായിൽ ഒഴിക്കാൻ പറ്റില്ല. ഇത് നല്ല രസമായിട്ടുണ്ട്. യെസ്, വിഷ്ണു സ്പീക്കിംഗ്. എന്താ വക്കീലേ? അയ്യോ, ഇന്നോ? ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ? ഓ, അത് ശരി. ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോന്നൂടെ? ശരി, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കാം. ഉച്ചയോടെ എത്തും. ഓക്കെ. എന്താ ഫോണില് പറഞ്ഞത്? രാവിലെ ഒരു യാത്രയുണ്ട് കൊച്ചിക്ക്. പോയിരുന്നോ? വന്നാ ബുദ്ധിമുട്ടാവോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, വരുന്നില്ല. വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഞാനൊരു ശല്യാവും. ഞാൻ പോയിട്ട് രാത്രി എത്തും. നേരത്തെ വരണം കേട്ടോ. അല്ലെങ്കിൽ വരുമ്പോ ഞാൻ സുഖമായിട്ട് ഉറങ്ങുണ്ടാവും. ഞാൻ ഓടിച്ചോളാം. ഞാനേ പിന്നെ ഈ കുന്ത്രാണ്ട് കൊടുത്ത് ചെവി വെച്ചൂടെ? സൂക്ഷിച്ചോളണം. ആ തോമസ് ചാക്കോ ആള് വിളഞ്ഞ വിത്താ. ചിലപ്പോ വരും. അകത്ത് കേട്ടരുത്. ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കണം. ഞാൻ വന്നിട്ട് തുറന്നാ മതി. എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ അവളിരിക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കണം. ശരിക്കും കേട്ടോ? എവിടെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? നാണുവാരെ, ഇവിടുത്തെ സാറിന് ഭാര്യയും കുട്ടികളൊന്നുമില്ലേ? ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കരുത്. മോളധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട. അകത്ത് വരുന്നോളൂ. ഞാൻ ഗേറ്റ് കൂട്ടിട്ട് വരാം.
സാറാണോ? സാറാണോന്ന്? എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു. എടോ നാണുനായരെ, എന്തോ? തനിക്ക് എന്ത് പറ്റി? വേഗം തുറക്കടോ ഗേറ്റ്. ഓ തുറക്കാം. അച്ഛന് തണുക്കുന്നുണ്ടോ? സ്വെറ്റർ എടുത്തിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. എന്താ നാണുനായരെ, അനിയനെ പോലെ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ. ഓ, ഒന്ന് അറിയിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. എന്റെ മോന്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ അറിയിച്ചിട്ട് വേണം അല്ലേ? അല്ല, അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കുട്ടൻ ഉറങ്ങിയോ? ഇല്ല, വന്നിട്ടില്ല. കൊച്ചിക്ക് പോയിരിക്കാം വക്കീലിനെ കാണാൻ. എപ്പോഴാ വരിക? രാത്രി തന്നെ വരുമെന്നാ പറഞ്ഞേക്കണത്. ആ, ഈ വീട് വിഷ്ണു വാങ്ങിയതോ അതോ വാടകയ്ക്കോ? വാങ്ങിയതാ. ഞാനിവിടെ ഒരു തവണയെ വന്നിട്ടുള്ളൂ. ഞാനും അതെ, ഒരിക്കൽ വന്നിട്ടുണ്ട്, വാങ്ങിയിടയ്ക്ക്. ഇതിലെ വരും, അതാണ് സാറിന് പറയും. വരും 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 വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. കാണുകാരെ, ബാത്റൂം എവിടെയാ? അവിടെയാണ് ബാത്റൂമ്, അവിടെയാണ് ബാത്റൂമേ, അവിടെയാണ് ബാത്റൂമേ. അയ്യോ കൊച്ചേ കൊച്ചേ കൊച്ചേ. നാണുനായരെ, ഓ. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാതെ ആ കാറിൽ ചെന്ന് പെട്ടി സാധനങ്ങൾ എടുത്തോണ്ട് വരണം. ഓ ആ, ഓ ഓ. സീതേ, വല്ലാതെ വിശക്കുന്നു. അടുക്കളയിൽ കഴിക്കാൻ വല്ലതും ഉണ്ടോ നോക്ക്. എന്തോ? നാണുനായരെ, ഈ മുറിയുടെ താക്കോൽ എവിടെ? അത് പിന്നെ അത് ഈ മുറി തുറന്ന് എന്റെ പെട്ടി അതിനകത്ത് വെച്ചാ മതി. അത് മുഴുവൻ അഴുക്കും പൊടിയും കയറി കിടക്കുക. പിന്നെ തനിക്ക് എന്തോടാ അവിടെ ജോലി? തിരിച്ചടിയായല്ലോ ദൈവമേ. അവിടെ നിന്ന് പിറുപിറുക്കാതെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടോ. ഓ, അപ്പോഴേ കൊച്ചമ്മേ, അവിടെ നല്ലൊരു എ ക്ലാസ് മുറിയുണ്ട്. മേനോൻ സാറിന് അപ്പുറത്തൊരു മുറിയുണ്ട്. ഞാൻ പോയി പെട്ടി വേണ്ട എടുത്ത് വേണ്ട, പെട്ടിയൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. താൻ അതിന്റെ താക്കോൽ ഇങ്ങെടുത്തേ. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ മുറി തന്നെയാ കിടന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേ ഞാൻ ഇന്ന് കിടക്കുന്നുള്ളൂ. അമ്പടാ, തന്നെയൊക്കെ അങ്ങനെ വിട്ടാ ശരിയാവില്ല. സീതേ, ആ ചൂലിഞ്ഞെടുത്തേ. അയ്യോ, താക്കോല് പോയി. അതെ, അതാണ് പ്രശ്നം. അതുകൊണ്ട് അടിച്ചു വരായിരുന്നത്. ഞാൻ എപ്പോഴും പറയും, പക്ഷെ കേക്കണ്ടേ. എന്താമ്മേ കാര്യം? ഇത്രയും നല്ല ഒരു മുറി ഒന്ന് അടിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇയാളെയൊക്കെ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? എന്നിട്ടൊരു കാരണം, താക്കോല് കണ്ടില്ല എന്ന്. മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ. ലൈറ്റ് ലൈറ്റ് എന്താ സീതേ? എന്തിനാ നീ കരയുന്ന? എന്താ മോളെ? സീതേ, സീതേ, എന്താ മോളെ, എന്തു പറ്റി? എന്റെ ഈശ്വര. എടോ, ആരായി പെണ്ണ്? സത്യം പറയടോ, ആരായി പെണ്ണ്? എന്റെ കൊച്ചമ്മ, ആവശ്യമില്ലാത്ത കാര്യം നീ അന്വേഷിക്കാറില്ല. എന്നോട് ചോദിക്കരുത്. എന്താ എടത്തി? നശിച്ചട,
എന്റെ കുടുംബം നശിച്ച് നാരായണക്കല്ലായി. വീടും വേണ്ട, നാടും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ടെന്ന് വെച്ച് നടന്നത് ഇതുകൊണ്ടാണെന്ന് ഇപ്പോഴാണല്ലോ ഈശ്വര ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എന്താ കാര്യം എന്ന് പറയൂ. ഞാൻ മുറിയിൽ ചെന്ന് നോക്ക്. ഇത് എന്റെ തലയിൽ തന്നെ വന്ന് പെട്ടല്ലോ. എടാ, നീയാണ് എല്ലാത്തിനും കൂട്ട്. സത്യം പറടാ, അവന്റെ ഭാര്യയാണോ അത്? അയ്യോ അല്ല, പിന്നെ കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല, കേൾക്കാൻ പാടില്ലാത്തൊന്നും കേൾക്കാറുമില്ല. എന്നോടും ചോദിക്കണ്ട, എനിക്കൊന്നും അറിയില്ല. എന്നെ ഈ നാണക്കേട്ട് ഇടപെടുത്തരുത്. എനിക്ക് പണ്ടേ ചില സംശയം ഉണ്ടായിരുന്നു. ഞാനും എന്റെ മോളും ഇനി ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങള് പോവുക. നാരായണ, അവൻ ഇങ്ങോട്ട് വരട്ടെ. എന്താന്ന് അവനോടൊന്ന് ചോദിച്ചിട്ട്. ഓ, ഇനി അവനോട് ചോദിച്ചിട്ട് വേണമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പറയാനുള്ള നാന്നാര് പറഞ്ഞല്ലോ, നിങ്ങൾ വരച്ച വരെ നിർത്തി വളർത്തിയ മോനല്ലേ. ഇപ്പൊ കൊച്ചിക്ക് പോയിരിക്കുന്ന വേറൊരു വെപ്പാട്ടി എടുത്തെങ്കിൽ ആരറിഞ്ഞു? നെറുകെട്ടവൻ. ഓ, ഒന്ന് നിർത്തൂ. എന്താടോ ആകെ കൊളായി. തോമസ് ചാക്കോ? അല്ല, ഭാര്യ, അമ്മയും അമ്മായിയപ്പനും. എന്റെ ദൈവമേ, അയ്യോ. അവരവിടെ കണ്ടാടോ? അവരെന്നെ പോലെ കണ്ണു കാണാത്തവരല്ലോ. ആ മേനോന്റെ ദേഹോപദ്രവം വരെ സഹിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഭാര്യയാണെന്നുള്ള ചോദ്യത്തിന് അല്ലാന്നും പറഞ്ഞു കേട്ടോ. ഓ മതിയല്ലോ, മിടുക്കൻ. സംഗതി പശകാണെന്ന് അവർക്ക് ക്ലീൻ. എടോ, തന്റെ മോളാണെന്ന് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഓ, അത് ശരിയാണല്ലോ. ആ ബുദ്ധി എനിക്ക് പോയില്ല. പോവില്ല, തലയുടെ ഉള്ളിൽ വല്ലതും വേണം. പോടോ പുറത്ത്. എടാ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താടാ ചെയ്യുക? ആത്മഹത്യയാണ് എളുപ്പം. എടാ ഗോപാല, ഇപ്പോഴാണ് നീ എന്നെ സഹായിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കൊച്ചമ്മയുടെ മുന്നിൽ എന്റെ ഇമേജ് ഞാൻ നോക്കണം. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. വാ ഗുരുവായൂരപ്പാ. വെണ്ണ കൊണ്ടൊരു തുലാഭരണത്തേക്ക് എന്റെ നാക്ക് പിഴക്കല്ലേ. ആ, അമ്മാവൻ ഇതപ്പോ വന്നു. വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങും പോവില്ലായിരുന്നല്ലോ. സീത എവിടെ? സീതേ, സീതേ. എന്താ അമ്മാവനൊന്നും മിണ്ടാത്തത്? വീട്ടിലേക്ക് വരാത്തതിന് എന്നോട് പരിഭവിച്ചിരിക്കായിരിക്കും അല്ലേ? സമയം കിട്ടണ്ടേ അമ്മാവാ? നാണം കെട്ടവന്, മിണ്ടരുത് എന്നോട്. നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. ഇനി ഒരിക്കലും നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട. എനിക്കൊന്നും മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ വേണ്ട. സീത ഞാൻ കൊണ്ടുപോവുക. ഇനി അവൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ല. എന്താ എന്താ അമ്മേ പ്രശ്നം? എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എടാ, ഞങ്ങളെയൊക്കെ നീ ചതിച്ചല്ലോടാ. നിന്നെ ഞാൻ കൊല്ലോടാ. അമ്മേ, കാര്യം എന്താന്ന് പറയാമേ? എടാ, നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? ഇല്ല. ഏതാടാ അവള്? എവള്? എടാ, മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന പെണ്ണ് ഏതാന്ന്? ഓഹോ, അതാണോ കാര്യം? സീതേ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? പറയടാ, ഏതാടാ പെണ്ണ്? പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ്. അമ്മേ, അമ്മയുടെ മകൻ ചില തെറ്റുകൾ ചെയ്തേക്കാം. പക്ഷെ ഒരിക്കലും ഞാനൊരു വൃത്തികെട്ടവനല്ലമ്മേ. സീതേ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുട്ടേട്ടൻ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുമെന്ന്? പറയും. നിനക്കെന്നെ വിശ്വാസമില്ലേ? പക്ഷേ ഓഹോ, നീ എന്നെ സംശയിക്കുന്നല്ലേ? എങ്കിൽ ആ പെണ്ണിന്റെ ആരാണെന്ന് പറയൂ. അത് കൃഷ്ണ, ഇവരോട് ഞാൻ എന്ത് പറയും? നീ എനിക്കൊരു വഴി പറഞ്ഞു തരൂ. സാറ് നിരപരാധിയാണ്. ഒരു ശുദ്ധനായ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. തക്കതായ ഒരു കാരണമില്ല സാർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ആ തക്കതായ കാരണം എന്ന് പറഞ്ഞു തരൂ. ഗോപാല, നീ എങ്കിലും എന്നോട് സത്യം പറയണം. കൊച്ചമ്മ, സത്യം മാത്രമേ ഞാൻ പറയൂ. അത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ളൊരു കളിയില്ല.